നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജനുവരിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം പ്രദേശത്ത് നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് ഇസ്രായേൽ. വെടിനിർത്തലിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 413 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗാസയിലെ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തലവനായ ജനറൽ മഹ്മൂദ് അബു വദ്ഫ കൊല്ലപ്പെട്ടതായി ചൊവ്വാഴ്ച ഹമാസ് വൃത്തങ്ങൾ തന്നെ അറിയിച്ചു. രാത്രി നടന്ന വ്യോമാക്രമണത്തിൽ 413-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനുവരി 19-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഇസ്രയേലിന്റെ നടപടി. വെടിനിർത്തൽ നിലവിൽ വന്നതിനുശേഷം ഗാസയിൽ സംഭവിച്ച ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ട്. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഭരണകൂടത്തിലെ 2 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുറഞ്ഞത് 4 മുതിർന്ന ഉദ്യോഗസ്ഥരെയെങ്കിലും ഇസ്രയേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ഹമാസ് നടത്തുന്ന സർക്കാർ മാധ്യമ ഓഫീസും അറിയിച്ചു. ഗാസ മുനമ്പിലെ ഹമാസിന്റെ പോലീസിന്റെയും ആഭ്യന്തര സുരക്ഷാ സേവനങ്ങളുടെയും തലവനാണ് കൊല്ലപ്പെട്ട അബു വദ്ഫ. കൂടാതെ ഗാസയിലെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗവും സർക്കാർ പ്രവർത്തന നിരീക്ഷണ സമിതിയുടെ തലവനുമായ ഇസ്ലാം ദാലിസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസയിലെ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അദ്ദേഹം ഹമാസിന്റെ പ്രധാനമന്ത്രിയോട് സാമ്യമുള്ള ഒരു പദവിയാണ് അലങ്കരിക്കുന്നത്. ഗാസയിലെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗവും ചില സ്രോതസ്സുകൾ പ്രകാരം യുദ്ധസമയത്ത് ഗാസയെ കൈകാര്യം ചെയ്തിരുന്ന ഹമാസിന്റെ അടിയന്തര കമ്മിറ്റിയുടെ തലവനുമായ അബു ഉബൈദ അൽ ജമാസിയും രാത്രിയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. കൊല്ലപ്പെട്ട മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹമാസിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ബജത്ത് അബു സുൽത്താനാണ്. അദ്ദേഹത്തിന്റെ സൈനിക വിഭാഗത്തിന് പുറത്തുള്ള സുരക്ഷാ സേനയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രാലയം. ഇതുകൂടാതെ ഗാസയിലെ ഹമാസിന്റെ നീതിന്യായ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ ഖട്ടയും കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ ദയർ അൽ ബലായ്, ഗാസ സിറ്റി, ഖാൻ യൂനിസ്, റഫ എന്നിവിടങ്ങളിലാണ് രാത്രിയോടെ വ്യോമാക്രമണം നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ജനുവരിയിൽ യുഎസിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു. 3 ഘട്ടങ്ങളായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നായിരുന്നു കരാർ. ഇതിന് പിന്നാലെയാണ് മേഖലയെ അശാന്തമാക്കി ഇസ്രയേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം വീണ്ടും ഇന്നലെ രാത്രി നടന്നത്. ഇതേസമയം വെടിനിർത്തൽ നീട്ടാനുള്ള യുഎസ് നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ജനുവരി 19-ന് ആരംഭിച്ച വെടിനിർത്തലിന്റെ ഏകപക്ഷീയമായ റദ്ദാക്കലായിട്ടാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ തങ്ങൾ കണ്ടതെന്ന് ഹമാസ് പറയുന്നു. അങ്ങനെ ജനുവരി 19 മുതൽ മാർച്ച് 17-18 വരെയുള്ള 59 ദിവസങ്ങൾക്കു ശേഷം ഈ വെടിനിർത്തൽ അവസാനിച്ചു. 2ാം ഘട്ടത്തിൽ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം എന്നതാണ് ഹമാസിന്റെ ആവശ്യം. എന്നാൽ ഇസ്രയേൽ ഇതിനോട് അനുകൂലമല്ല. 1ാം ഘട്ടം നീട്ടി പരമാവധി ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു ഇസ്രയേൽ ശ്രമിച്ചത്. കരാറിന്റെ ഭാഗമായി 643 പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കുകയും ചെയ്തു. ബന്ദികളെ തിരികെ കൊണ്ടുവരാത്തിടത്തോളം ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ചെയ്യുമെന്ന് ഇസ്രയേൽ മന്ത്രി പറഞ്ഞു. വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാലാണ് താൻ ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇനി മുതൽ ഇസ്രയേൽ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഹമാസിനെതിരെ നടപടിയെടുക്കുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പറയുന്നു. ഗാസയ്ക്ക് സമീപമുള്ള എല്ലാ സ്കൂളുകളും അടയ്ക്കാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിക്കുകയും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയും മധ്യസ്ഥരും മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ നിരസിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ദികളുടെയും മോചനം എന്ന ഉറച്ച ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ആക്രമണം നടത്തിയതെന്ന് IDF-ഉം വ്യക്തമാക്കി. നെതന്യാഹു വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുകയും ബന്ദികളെ അജ്ഞാതമായ വിധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തുവെന്ന് ഹമാസ് ആരോപിച്ചു. ഒരു പ്രസ്താവനയിൽ ഇസ്രയേലിനെ കരാർ ലംഘിച്ചതിനും അട്ടിമറിച്ചതിനും പൂർണ്ണ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ മധ്യസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ബാക്കിയുള്ള ബന്ദികൾക്ക് വധശിക്ഷ നൽകുന്നതിനു തുല്യമാണെന്നാണ് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ജനുവരി 19 മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലിന്റെ നഗ്നമായ ലംഘനം എന്നാണ് ചൊവ്വാഴ്ച ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ മാരകമായ വ്യോമാക്രമണങ്ങളെ ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ഈ ആക്രമണങ്ങൾ മേഖലയുടെ സ്ഥിരതയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഗാസ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച ഈജിപ്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രയേൽ പ്രദേശത്തുടനീളം വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയതിനെ തുടർന്ന്
കിഴക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുമാറാനും മധ്യഭാഗത്തേക്ക് നീങ്ങാനും ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടു. ഈ ഉത്തരവുകൾ ഇസ്രയേൽ വീണ്ടും കരപ്രവർത്തനങ്ങൾ ആരംഭിച്ചേക്കാം എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെൽ-അവീവിലെ IDF കിരിയ ആസ്ഥാനത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, അദ്ദേഹത്തിന്റെ സൈനിക സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ എന്നിവർ നെതന്യാഹുവിനോടൊപ്പം ചേർന്നു. ഗാസയിൽ വ്യോമാക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രയേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിയാലോചിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിച്ച് പറയുന്നു. പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ഹമാസ്, ഹൂതികൾ, ഇറാൻ, ഇസ്രയേലിനെ മാത്രമല്ല US-നെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരും വില നൽകേണ്ടി വരും, എല്ലാവരും നരകം കാണേണ്ടി വരും എന്നും ലീവിച്ച് പറയുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.